ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളുടെ ഒരു പുതിയ ചാനലാണ്. നമ്മൾ പുതിയതായിട്ട് നമ്മളൊരു ട്രാവലിങ്ങിന് മുൻഗണന കൊടുത്ത് നമ്മുടെ കേരളത്തിലുള്ള മെയിനായിട്ടും കേരളത്തിലുള്ള വിനോദസഞ്ചാരത്തിന് പറ്റിയ നമ്മൾ കണ്ടിരിക്കേണ്ടതായ ഒത്തിരി മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ കൂടെ എല്ലാം പോയി ഒരു വീഡിയോ എടുത്തിടുക എന്നുള്ളതാണ്. വിദേശത്ത് പോയി ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്. അതിന് വിപരീതമായിട്ട് നമ്മൾ കേരളത്തിലെ ഒത്തിരി സ്ഥലങ്ങൾ ഇപ്പോഴും വീഡിയോ വരാത്ത നല്ല രീതിയിൽ ആൾക്കാർ പോകാത്ത സ്ഥലങ്ങളുണ്ട്. അതൊന്ന് എടുത്തിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, അതെല്ലാം ചെയ്തോളുക. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു 48 വോൾട്ട് ബാറ്ററിയാണ്. 48 വോൾട്ട് സൈക്കിളിൻ്റെ ബാറ്ററിയാണ്. അത് സൈക്കിളുകൾക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ ബാറ്ററി സൈക്കിൾ കിട്ടാനുണ്ട്. ഇത് നമുക്ക് ട്രിവാൻഡ്രത്തു നിന്നൊരു കസ്റ്റമർ അയച്ചു തന്നതാണ്. ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു. ആ ബാറ്ററി ആംബിയർ എടുക്കുന്നില്ല. നമ്മളിവിടെ ബൾബൊക്കെ ഇട്ട് നോക്കി 48 വോൾട്ടൊക്കെ കാണിക്കുന്നു, പക്ഷേ ആംബിയർ ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ 2.6 ആംബിയറിൻ്റെ ബാറ്ററിയാണ് അവിടെ ഇരുന്ന്. നമ്മൾ 4.3 ആംബിയറിൻ്റെ ബാറ്ററി വെച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവിൽ മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. സ്റ്റിക്കർ ഒട്ടിച്ച് ആ നേരത്തെ ബാറ്ററി നമുക്കുണ്ടായിരിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇത് ബോബിനിടാതെ മറ്റേ പ്ലാസ്റ്റിക് ബോബിനുണ്ടല്ലോ, ആ ബോബിനകത്ത് നമ്മൾ ഇടാതെ നമ്മൾ നേരിട്ട് ബാറ്ററി തന്നെ ചേർത്ത് വെച്ചാണ് ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. കാരണം സൈക്കിളിൻ്റെ ഒരു കവറുണ്ട്, ഈ ബാറ്ററി കാരിയർ, അതിനകത്ത് ഇതെല്ലാം കൂടി ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയറാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ അല്ലാതെ ബോബിനൊന്നും ഇടാതെ ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ഇടാതെ നമ്മൾ ബാറ്ററി തന്നെ ചേർത്ത് വെച്ച് പോസിറ്റീവ് നെഗറ്റീവ് റിട്ടേൺ രണ്ട് രീതിയിലാണ് അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ 48 വോൾട്ട് ആകുമ്പോഴത്തേക്കും 13 ലൈനോളം വരും. 13 ലൈനിൽ ഈ BMS കണക്ട് ചെയ്യുന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഒരെണ്ണം പോലും തെറ്റാതെ 1, 2, 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ട് എവിടെ കൊടുക്കണം, അതിനാണ് ഞാൻ ഇന്ന് ഈ പ്രാവശ്യം BMS കണക്ട് ചെയ്യുന്നതിനാണ് ഈ പ്രാവശ്യം ഞാൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ബാറ്ററി അസംബിൾ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. ബിൽഡ് ചെയ്യുന്നതും സ്പോട്ട് ബിൽഡ് ചെയ്യുന്നതുമൊക്കെ ഇഷ്ടം പോലെ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോയിലെല്ലാം നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. നമ്മുടെ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഞാൻ BMS കണക്ട് ചെയ്യുന്നതാണ് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ബാറ്ററി ബിൽഡ് ചെയ്യുന്നത് ഇതെല്ലാം എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന രീതിയും BMSൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. പല ആൾക്കാരും വിളിച്ചെന്നെ ചോദിക്കാറുണ്ട്, ഈ BMS കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി BMSൻ്റെ കണക്ഷനും കൂടെ കൊടുക്കാൻ പറ്റും. പിന്നെ ബാറ്ററിയോ BMSോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൊറിയറിൽ അയച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ വിളിച്ചാൽ മതി. നല്ല ബാറ്ററി, അതായത് ഈ പൊട്ട ബാറ്ററിയൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അതൊക്കെ മേടിച്ച് പൈസ കളയാതെ ഓൺലൈനിലൊക്കെ വരുന്ന പല ബാറ്ററികളും തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വിലയും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യമുള്ള ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ബാറ്ററി നമ്മൾ അയച്ചു തരാം. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് തരികയും ചെയ്യാം. അപ്പം ബാറ്ററി നമ്മൾ ഓരോന്ന് ഒട്ടിച്ച് ഓരോന്ന് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മൾ ബാറ്ററി സ്പോട്ട് ബിൽഡ് ചെയ്ത് എടുക്കുകയാണ്. അതൊന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് BMSൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് തൊട്ട് നമുക്ക് വരാം.
ഇതാണ് BMS. ഇത് 48 വോൾട്ട് 30 ആംപിയറിൻ്റെ BMS ആണ്. ഇത് കൂട്ട് BMS മേടിക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലൈൻ്റ് ആവത്തില്ല. ഇത് കംപ്ലീറ്റ് ഹീറ്റ് സിങ്കും സപ്പോർട്ടാണ്, മുകളിലും താഴെയും കവറിങ്ങും എല്ലാം വെച്ച്. പിന്നെ ഇതിന് ഏറ്റവും വലിയ 75 ഡിഗ്രി ചൂട് വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആനുള്ള ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. ഇത് കൊണ്ടിരിക്കുന്ന സാധനം, ഈ ചെറിയ സാധനം 75 ഡിഗ്രി തെർമോസ്റ്റാറ്റാണ്. 75 ഡിഗ്രി കൂടുതൽ ഈ ബാറ്ററിയോ എന്ത് സാധനം ഈ നമ്മുടെ ഈ പാക്കിനകത്ത് എന്ത് ചൂടുണ്ടായാലും ഈ BMS കട്ട് ഓഫ് ആയിട്ട് ചാർജിങ്ങും കട്ടാവും, ഔട്ട്പുട്ടും കട്ടാവും. അതൊരു വലിയ സംഭവമാണ്. ഇതാണ് BMS. അപ്പോൾ ഈ BMS വെച്ച് നമുക്ക് ഈ ബാറ്ററിയിലോട്ട് കണക്ഷൻ കൊടുക്കാം. ഈ BMS എടുത്തു കഴിഞ്ഞാൽ ആ BMSൽ ഒരു സൈഡിൽ ബ്ലാക്കും ഒരു സൈഡ് റെഡും ഉണ്ട്. ബ്ലാക്ക് നമ്മൾ നെഗറ്റീവേ സ്റ്റാർട്ട് ചെയ്യണം, റെഡ് വരുന്നത് നമ്മൾ ലാസ്റ്റ് പോസിറ്റീവ് വന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സീരീസ് കണക്ഷനായിട്ടാണ് ഇത് പോകുന്നത്. സ്റ്റാർട്ടിങ് നെഗറ്റീവ് 3 ബാറ്ററി കഴിയുന്നു, അത് കഴിഞ്ഞ് പോസിറ്റീവിലേക്ക് അടുത്ത കണക്ഷൻ പോകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും നെഗറ്റീവിലേക്ക് വരുന്നു, വീണ്ടും പോസിറ്റീവിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു സൈഡിൽ 2 ബാറ്ററിയുടെ 6 ബാറ്ററികൾ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് എടുത്ത് ബാറ്ററിയുടെ നെഗറ്റീവ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ ലൈൻ, അതായത് ബ്ലാക്കിനോട് ചേർന്നിരിക്കുന്ന രണ്ടാമത്തെ ലൈൻ എടുത്ത് ബാറ്ററിയുടെ അടുത്ത പോസിറ്റീവ് കൊടുക്കണം. പോസിറ്റീവ് നെഗറ്റീവോടെ ചേരുന്ന 3.7 കഴിഞ്ഞിട്ട് 0 കൊണ്ട് 1 കൊടുക്കുന്നു, അടുത്ത 3.7 കൊടുക്കുന്നു, അടുത്തത് പ്ലസ് 3.7 വെച്ചാണ് ഇത് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഏതൊക്കെ വോൾട്ടേജാണെന്ന് ഞാനിപ്പോൾ എഴുതി കാണിക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് എന്ന് പറയുന്ന ടെർമിനൽ, ഏറ്റവും അവസാനം വന്നൊരു നെഗറ്റീവും ആദ്യം വന്നൊരു പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്ന ടെർമിനൽ നമ്മൾ 0 ആയിട്ട് എടുക്കുക. അതിനുശേഷം അടുത്ത ബാറ്ററിയുടെ അടുത്ത ടെർമിനൽ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് 1 കണക്ട് ചെയ്യുക. അതായത് 0യുടെ തൊട്ടടുത്തുള്ള ലൈൻ, അത് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഒന്നാമത്തെ ലൈൻ എടുത്ത് 1-ലും, രണ്ടാമത്തെ ലൈൻ എടുത്ത് അടുത്ത ഇതിലും, മൂന്നാമത്തെ ലൈൻ എടുത്ത് അതിലും കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് അതനുസരിച്ച് കൊടുക്കുക. അങ്ങനെ 13ാമത്തേതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. 13ാമത്തെ നമ്മുടെ ലൈനിൽ കൊടുക്കുന്ന പോസിറ്റീവ് ആയിരിക്കണം. 13ാമത്തെ നമ്മൾ പോസിറ്റീവ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ 48.1 വോൾട്ട് വരും, 48 വോൾട്ട് വരും. അത് അങ്ങനെയാണ് അതിൻ്റെ സംഭവം. ഇപ്പോൾ BMS നമ്മൾ കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് ഓരോ ലൈനും എടുത്ത് തെറ്റാതെ, മിക്കവാറും എല്ലാത്തിനും ഒരേ കളർ വയറായിരിക്കും. അതായത് ആദ്യം നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക. കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇതെല്ലാം ഓക്കെ ആയതിന് ശേഷം മാത്രം നമ്മൾ വയറിൻ്റെ നീളം കുറയ്ക്കുക, കട്ട് ചെയ്ത് കറക്റ്റായിട്ട് പാക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടോളൂ.
ഓരോ ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കണം. 3.7 പ്ലസ് 3.77 അങ്ങനെ കൂടിക്കൂടി 49 വരെ വരുന്ന ഓരോ പോയിന്റിലെ ചെക്ക് പോയിന്റുകൾ നമ്മൾ മീറ്ററിൽ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് വോൾട്ടേജ് എല്ലാം കൃത്യമായിട്ട് അതനുസരിച്ചാണ് വന്നിരിക്കുന്നതെന്നും കൊടുത്തിരിക്കുന്ന വയറുകളെല്ലാം കറക്റ്റാണെന്നും വിചാരിക്കുക. പിന്നെ അങ്ങനെ വന്നതിന് ശേഷം വയറ് നീളമുള്ള വയറുകൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് നീളം കുറച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വോൾട്ടേജ് നമുക്ക് കറക്റ്റ് കിട്ടി. ഓരോ പോയിന്റിലെ വോൾട്ടേജുകൾ നമ്മൾ അളന്നു, എല്ലാം കൃത്യമാണ്. ഇനി വയറിൻ്റെ നീളം കുറച്ച് കറക്റ്റായിട്ട് ഗ്ലൂ ഗണ്ണാക്കിയിട്ട് നല്ല ഭംഗിയാക്കി അത് പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവാം. നേരത്തെ നമുക്ക് കിട്ടിയ ബാറ്ററിയുടെ പ്രത്യേകത ഒരു ബൾബൊക്കെ കത്തി കിടക്കുമായിരുന്നു. അതല്ല 48 വോൾട്ട് ബൾബില്ല, 24-ൻ്റെ 2 ബൾബ് നമ്മൾ പാരൽ ചെയ്ത് അത് കത്തിയെല്ലാം കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ ഉണ്ടാക്കിയ ഇതിന് ആംബിയറും കൂടുതലാണ്, വോൾട്ടേജും കറക്റ്റാണ്. മറ്റേ വോൾട്ടേജ് ഉള്ളു കാണിക്കുമായിരുന്നു ആ ബാറ്ററി കേട്ടോ. അത് 53 വോൾട്ടൊക്കെ കാണിക്കും, പക്ഷേ അതിനൊരു ആരോഗ്യമില്ലായിരുന്നു. ഒരു ചുമ്മാ ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ കത്തിയോടെ മണിക്കൂറുകൾ ഇങ്ങനെ കിടക്കും എന്നുള്ളതല്ലാതെ അതിനൊരു പവറില്ലായിരുന്നു. ഇപ്പം ആ ബാറ്ററി കത്തിച്ചിട്ടിരുന്ന ബൾബ് ഞങ്ങൾ ഈ ഇതിലോട്ട് കൊടുത്തൊരു ഫ്യൂ സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ബൾബ് അടിച്ചു പോയി. അപ്പോൾ അത്ര ആംബിയറുണ്ട്. ഇതിപ്പോൾ ഈ ചെറിയ എന്നാ വണ്ടിയുടെയൊക്കെ ബ്രേക്ക് ലൈറ്റിലും പാർക്ക് ലൈറ്റിലൊക്കെ ഇടുന്ന കുട്ടി ചെറിയ ബൾബ്, അതുകൊണ്ട് അത് പോയത്. മോട്ടറൊക്കെ നല്ല പവർ വേണമല്ലോ. അപ്പോൾ അത് പിന്നെ അതേൽ തെളിച്ചിട്ട് കുറേ ഇത് വന്നുകൊണ്ടും ആയിരിക്കാം ചിലപ്പം. ഇതിപ്പോൾ ലൈനുകൾ കൊടുക്കുകയാണ് നമ്മൾ സൈഡിൽ കൂടെ നല്ല ഭംഗിയായിട്ട് പുറത്തേക്കൊന്നും തള്ളി വരാത്ത രീതിയിൽ ഓരോ വയറും ഇട്ട് അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഹീറ്റ് സിങ്ക് പോലത്തെ 2 പേപ്പറുകളുണ്ട്, അത് വെച്ചെല്ലാം നമ്മൾ കവർ ചെയ്താണല്ലോ എടുക്കുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മളവിടെ ബൾബൊന്ന് കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ രസമറിയാം. 2 ബൾബ് ഏകദേശം മരിക്കാറായിരുന്നവരാണ്, എന്നാലും ആംബിയർ ഉണ്ടെന്നുള്ളത് നമുക്ക് 100% ഉറപ്പായി. കണ്ടോ, ബൾബ് പോഞ്ഞു പോയി, ബോഡി വരെ പൊട്ടിപ്പോയി. അതാണ് അതിൻ്റെ അവസ്ഥ. ആ ബൾബ് ലോഡ് കറക്റ്റുണ്ട്, ആംബിയറുണ്ട്, വോൾട്ടേജ് എല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് പാക്ക് ചെയ്യാം. ബൾബിൻ്റെ അവസ്ഥയാണ് കാണിച്ചത്. പിന്നെ നമ്മൾ ഈ BMSൻ്റെ ലൈൻ കൊണ്ട് ബാറ്ററിയിൽ സോൾഡർ ചെയ്ത ഭാഗത്ത്
ഐസോപെപ്ലീനോ പിന്നെ PCB ക്ലീനിങ് ലോഷനോ എന്തെങ്കിലും അടിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് കളയണം. ഈ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. ഇതുകൊണ്ട് ഈ പഴയ ബാറ്ററി ഉണ്ടോ അത് സോൾഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫാക്ടറിയിൽ എന്തോ ചെയ്തോ, പക്ഷേ സോൾഡർ ചെയ്ത് മുഴുവൻ തുരുമ്പായിപ്പോയി. അതിൽ നിന്നാണ് ഈ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്ത് മൊത്തത്തിൽ ആ ബാറ്ററി ഡാമേജ് ആയത്. പിന്നെ ബാറ്ററിയുടെ ക്വാളിറ്റി കുറവും കാണും കേട്ടോ. എന്താണേലും ഞാൻ സോൾഡർ ചെയ്യുന്ന എല്ലാ ഭാഗവും പണ്ട് തൊട്ടേ ചെറുപ്പകാലം തൊട്ടേ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ക്ലീൻ ചെയ്യും. തിന്നർ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് തിന്നർ ഉപയോഗിക്കും. തിന്നർ എന്ന് പറഞ്ഞാൽ ഈ സ്പ്രേ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന തിന്നർ നല്ല സൂപ്പറാണ്. അത് വെച്ച് ക്ലീൻ ചെയ്താൽ ഏത് ആസിഡും ഏത് തുരുമ്പും എന്ത് സാധനം പോവും. ഇത് ഇപ്പോൾ ഞാൻ ഐസോപ്രോപ്പിലിനാണ് യൂസ് ചെയ്തത്. PCB ക്ലീനർ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. അതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളത് സോൾഡർ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും അത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ തൽക്കാലം കുഴപ്പമൊന്നും കാണത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് TV ഒക്കെ സർവീസ് ചെയ്ത് ഓരോരുത്തരും IC ഒക്കെ മാറിയിട്ട് അതിൻ്റെ ഫ്ലെക്സ് ഒന്ന് ക്ലീൻ ചെയ്യാതെ അങ്ങ് വിട്ടേക്കും. അതെന്തൊരു മനോഭാവമാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞൊരു 6 മാസം 7 മാസം കഴിയുമ്പോൾ ആ പ്രിൻ്റ് മുഴുവൻ അവിടെ ഇരുന്ന് ദ്രവിച്ച് നാശമായി അവസാനം കണക്ഷനെല്ലാം ക്ലാവ് കയറി നശിച്ച് കഴിയുമ്പോൾ TV വർക്ക് ചെയ്യാതെ വരുമ്പോൾ ആൾക്കാർ ഒന്നുകൊണ്ട് വരും. അപ്പോൾ നമ്മളിത് നോക്കി കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. പക്ഷേ നമുക്കത് നമ്മളെന്ത് വർക്ക് ചെയ്താലും അത് 100% ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലൊരു വിജയം ഉണ്ടാവുള്ളൂ. പ്രതിഫലം തരുന്ന ദൈവമാണല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിനകത്ത് 100% ആത്മാർത്ഥതയും സത്യസന്ധതയും നീതിയും നമ്മൾ പുലർത്താൻ ശ്രമിക്കണം. ഞാൻ ഈ സാധനം എനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ്. എന്നെ സംബന്ധിച്ച് അല്ലാതെ എനിക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ സമയനഷ്ടം ഉണ്ടാകുമായിരിക്കും, കുറച്ച് സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുമായിരിക്കും. പക്ഷേ നമുക്കതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പരാജയങ്ങളുണ്ടാകത്തില്ല. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനം. ഇതാണ്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റുണ്ട്, പച്ച ഷീറ്റ്. അതൊക്കെ മറ്റേ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. എൻ്റെ മറ്റേ ചാനലിലെ വീഡിയോ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് കൊടുക്കുന്നത്. 12 വോൾട്ടിൻ്റെ 4 ബൾബ് കൊടുത്ത് നോക്കുക. അത് നിൽക്കാൻ വഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അതെല്ലാം ഈ കുഞ്ഞു ബൾബുകളാണ്. അതൊന്നും ഇത്രയും വോൾട്ടേജുള്ള ഇതിനകത്ത് കണ്ടോ, അടിക്കാതെ സെക്കൻഡിൽ പോയി. അത്രേ ഉള്ളൂ. വോൾട്ടേജുള്ള ആംബിയറുള്ള ബാറ്ററിയിൽ നിൽക്കുകയില്ല. അത് ചെറിയ ബൾബുകൾ. അപ്പം ഇതാണ് അവസ്ഥ. ഇത് ശരിക്കും ഹാലയം ബൾബ് ഇടണം. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് എടുത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ 4 ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഉണ്ടെങ്കിലേ അവിടെ നടക്കുകയുള്ളൂ. 2 ഇപ്പോൾ ഇവിടെ ഇരിപ്പുള്ളൂ. വിഷയമില്ല. ഇത് ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ നമുക്ക് വേറെ കൂടുതൽ വോൾട്ടേജ് മീറ്റർ നോക്കിയാൽ മാത്രം മതി. വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. അത്ര പക്ക പെർഫെക്റ്റ് ബാറ്ററി. BMSൻ്റെ കാര്യം ഒന്നും പറയണ്ട. സൂപ്പർ BMS ആണ്. 49.65 വോൾട്ട്. ഇത് കൊണ്ടുപോകേണ്ട കസ്റ്റമർ കൊണ്ടുപോയി ഒന്ന് ചാർജ് ചെയ്തില്ല പോലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചാർജ് ചെയ്യുന്നില്ല. ചാർജ് ചെയ്ത് കൊണ്ട് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല.
are. I will go where you go. I will follow you from heaven to hell, from heaven to hell. ഇനി മുതൽ ഈ ചാനലിലായിരിക്കും നമ്മുടെ ടെക് വീഡിയോസ് കൂടുതലിടുന്നത്. മറ്റേ ചാനൽ നിർത്തിയതല്ല, ഈ ചാനൽ നമ്മൾ രണ്ട് ചാനലും കൂടെ എപ്പോഴും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ചാനൽ നമുക്ക് സബ്സ്ക്രൈബർ കൂടേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇതിലായിരിക്കാണ് നമ്മൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതിൽ പോലെ തന്നെ ഇവിടെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ എല്ലാവരും, പിന്നെ മറ്റേ ചാനൽ നമ്മൾ ഫുൾ HD ആയിട്ടായിരുന്നു വീഡിയോസ് എല്ലാം ഇട്ടിരുന്നത്. ഇത് നമ്മൾ 4K ആയിട്ടാണ് വീഡിയോസ് മുഴുവൻ ഇടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയറും വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ പൊതുവായിട്ടുള്ള സ്വഭാവമുള്ള സാധനങ്ങൾ ഇതിനകത്തിടും. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുകൊണ്ട് ഗുണം കിട്ടും.